എന്തെല്ലാ എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്ന് ഒരു ഉണ്ടപ്പുട്ട്, ഇതൊരു കൂർഗ് സ്പെഷ്യൽ ഉണ്ടപ്പുട്ട് എന്ന് പറയാം. ഇതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ കൊഴുക്കട്ടയുണ്ട്. ഇനി ഉപ്പ് കൊഴുക്കട്ട എന്ന് പറയും തമിഴ്നാട്ടിൽ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും. നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. അപ്പോൾ അതാ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പുട്ടുപൊടിക്ക് 4 കപ്പ് വെള്ളം, അതാണ് കണക്ക്. നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടി ബിഗിനേഴ്സ് ആണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഒരു കൈ കൊണ്ട് ഇളക്കുക, ഒരു കൈ കൊണ്ട് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. നല്ലോണം കൈ കൊണ്ട് കുഴയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, നല്ല ചൂട് തന്നെ ഉണ്ട്. അപ്പോൾ അതേ തവീൻ്റെ ബാക്ക് വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉരുട്ടി നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ മുകളിലോ ഇനി അടച്ചമ്പിൻ്റെ മുകളിലോ എങ്ങനെയായാലും ഒന്ന് ആവി കയറ്റി എടുക്കണം. അത്രയേ ഉള്ളൂ പണി. അപ്പം ഞാനിപ്പോൾ അത് ഈ തട്ടിലും വെളിച്ചെണ്ണ തന്നെയാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി കയ്യിൽ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നല്ലോണം ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ട് അതിൽ ഓരോ ഉണ്ടകളായിട്ട് ഇട്ട് ഒന്ന് തോർത്തിയെടുക്കാം. അപ്പം മേലെ തേങ്ങ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാം. ഇനി ഇതിന് ചിക്കൻ കറിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ അത് അടുപ്പത്ത് വെള്ളം വെച്ച് തിളക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം വെച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി അത് നിങ്ങൾ ഇത് കയ്യിൽ വെച്ച് കുഴക്കുമ്പോൾ എനിക്ക് കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് 2 കയ്യിലും ഇങ്ങനെ തേച്ചതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ വെളിച്ചെണ്ണ തേങ്ങയിലിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ വേഗം തേങ്ങ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളി ഉണ്ടപ്പുട്ട് റെഡി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.